മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി നിൽക്കാനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയതിനും മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ശശികല. എനിക്ക് ആദ്യമായി പറയാനുള്ളത് എൻ്റെ ജോലിയുടെ കാര്യമാണ്. ഞാൻ 5/5/2023 ആണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അന്ന് ഒരു കളിവട്ടം പോലെയാണ് എനിക്കൊരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ മാതാവിനോട് നിയോഗം വെച്ചത്. ഞാൻ പിന്നെ അത് മറന്നു പോവുകയും ചെയ്തു. ഈ കഴിഞ്ഞ നവംബറിൽ എനിക്കൊരു എംപ്ലോയ്മെൻറ്റ് വഴി ഒരു ഇൻ്റർവ്യൂ കാർഡ് വരികയും ഞാനത് ഇവിടെ കൊണ്ടുവന്ന് അച്ഛനോട് കാണിച്ച് യേശുവിനോടും മാതാവിനോടും കാണിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയും സൈത്ത് വാങ്ങി പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ ലിസ്റ്റ് വന്നപ്പോൾ 6ാമത്തെ നമ്പറിലായി വരികയും ഇൻ്റർവ്യൂ കാർഡ് വരികയും ചെയ്തു. അത് പോയി പരിശോധിച്ചപ്പോൾ എനിക്ക് ജോയിൻ ലെറ്റർ അയക്കുകയും നാളെ ജോയിൻ ചെയ്യുകയാണ്. ഇതിന് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് വർഷങ്ങളായി എൻ്റെ കയ്യിലും കാലിലും എല്ലാം ചെറിയ കുരുക്കൾ വന്ന് ചൊറിഞ്ഞു പൊട്ടുകയും അത് വലിയ അലർജിയായി മാറുകയും ചെയ്തു. എല്ലാ വർഷവും അത് ഒരു സീസണിൽ വരികയാണ് ചെയ്തത്. ഞാൻ ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പ്, തൈലം എന്നിവ പൂശി പ്രാർത്ഥിക്കുകയും അതിന് ഫലമായി എനിക്ക് ആ അസുഖം മാറ്റി തരികയും ചെയ്തു. അടുത്തതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ 10 വർഷത്തോളമുള്ള ഒരു കാലുവേദനയാണ്. ഒരു മാസത്തിൽ 2-3 പ്രാവശ്യം നീര് വരികയും അത് നടക്കാൻ പറ്റാതാവുകയും ചെയ്യും. അത് നീര് കല്ലിച്ച് ഒരുപാട് ഹോസ്പിറ്റലിൽ കാണിച്ചു. എനിക്കതിന് ഒരു ഫലവും ഉണ്ടായില്ല. ഞാൻ ജപമാല റാലിയിൽ 2 വർഷത്തോളം പങ്കെടുത്തു. ഈ കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നീരും അസഹ്യമായ വേദനയുമായാണ് ഞാൻ വന്നത്. ഞാൻ പ്രാർത്ഥിച്ചു, തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഒരു വേദനയും ഉണ്ടാകരുത് എന്ന്. തിരിച്ചു പോയപ്പോൾ എനിക്കൊരു ക്ഷീണമോ മറ്റൊന്നുമോ ഉണ്ടായില്ല. പിന്നെ അതുപോലുള്ള വേദന എനിക്ക് ഇതുവരെയും ഉണ്ടായില്ല. അതാണ് എൻ്റെ അടുത്ത രോഗസൗഖ്യം. പിന്നെ മൂന്നാമതായി എൻ്റെ ഭർത്താവിൻ്റെ പേരിലുള്ള വസ്തു അത് കരം തീർത്ത് കിട്ടാതെ കിടക്കുകയായിരുന്നു. 9 വർഷമായി എൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ട്. അത് ഒരിക്കലും നമ്മുടെ പേരിലോട്ട് മാറ്റാൻ കഴിയാതെ കിടക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ എൻ്റെ അമ്മായിയമ്മ വന്നപ്പോൾ അമ്മായിയമ്മയോട് പറഞ്ഞു. അത് ഞാൻ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മായിയമ്മ പറഞ്ഞു, നീ എല്ലാം റെഡിയാക്ക്, ഞാൻ വന്ന് ഒപ്പിട്ട് തരാം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അത് സാധിച്ചു തന്നത് മാതാവിനും തിരുകുമാരനും കോടാനുകൂടി നന്ദി. ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്യുന്നത് പത്രം വാങ്ങി എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കും. എൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ എന്നോട് ചോദിക്കും, നീ എന്ത് നേടി, എന്നിട്ടാണോ നീ ഇത് കൊണ്ടു നടന്ന് കൊടുക്കുന്നതെന്ന്. എനിക്കിനി ഒച്ചത്തിൽ പറയാൻ കഴിയും. എനിക്ക് മാതാവ് മുമ്പോട്ട് നടക്കാനുള്ളൊരു വഴി കാണിച്ചു തന്നു. സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നതാണ് ഞാൻ. എനിക്കിപ്പോൾ ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു എന്ന് എനിക്ക് എല്ലാവരോടും പറയാൻ കഴിയും. രണ്ടാമത് ഞാൻ ധ്യാനം കൂടും, ഉപവാസമെടുക്കും, പിന്നെ ഡെയിലി ബ്ലെസ്സിങ് കേൾക്കും, ഇതെല്ലാം ഷെയർ ചെയ്യും, സാക്ഷ്യം കേൾക്കും. ഇവയൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത്. കാരുണ്യ പ്രവർത്തനമായി ചെയ്യുന്നത് വൃദ്ധസദനത്തിൽ പോയി അവരെ സഹായിക്കും. പിന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കാണാൻ പോകും. മാനസിക വൈകല്യമുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോകും. എന്നാൽ കഴിയുന്നത് കൊടുക്കുകയും അവരെ ഞാൻ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കാണുകയും എല്ലാം ചെയ്യാൻ. പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു. അതിൽ ഒരുപാട് മാറ്റമുണ്ട്. എന്നാലും എല്ലാം മാറിയെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് കുറച്ചുകൂടി മാറാനുണ്ട്. മരണം വരെയും എനിക്ക് എൻ്റെ ഈ ഉടമ്പടിയിൽ കൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഞാൻ എൻ്റെ മാതാവിനെയും തിരുകുമാരനെയും കൈവിടത്തില്ല. ആ മാതാവ് നൽകിയ ഈ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. പ്രഭാഷകൻ 25:11-12 തിരുവചനങ്ങൾ. ദൈവഭക്തി എല്ലാത്തിനെയും അതിശയിക്കുന്നു, അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യനാണ്. ശശികല എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൻ്റെ ദൈന്യതയിലും ക്ലേശകാലത്തിലും പരിശുദ്ധമ്മയുടെ തിരുനടയിൽ വന്ന ഉടമ്പടി ജീവിതം തുടങ്ങുകയും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണയാൽ ഓരോരോ ജീവിത പ്രശ്നങ്ങൾ മാതാവ് നീക്കിക്കൊടുത്ത് ശുഭകരമായ ഭാവിയിലേക്ക്, സമാധാനമുള്ള ജീവിതത്തിലേക്ക്, ആരോഗ്യവും സൗഖ്യവുമുള്ള ശാരീരിക അവസ്ഥയിലേക്ക്
മകളെ നയിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നത്. ജീവിത പങ്കാളി മരണപ്പെട്ട സഹോദരി ഒരു ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ അമ്മയുടെ അരികിൽ വയ്ക്കുന്ന നിയോഗത്തെ അമ്മ മാതാവ് മകൾക്ക് അനുകൂലമായി അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ജോലി നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി. വീടും പുരയിടവും പോക്കുവരവ് ചെയ്യുവാൻ വേണ്ടിയുണ്ടായിരുന്ന പരിശ്രമങ്ങൾ ഏറെ നാളായി മുന്നോട്ട് പോയത് ഒന്നും നടക്കാതിരുന്നത് ഈ നാളുകളിൽ ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് പോക്കുവരവ് ചെയ്ത് കിട്ടിയതിനെ മകൾ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തി. രോഗക്ലേശങ്ങൾക്കുണ്ടായ സൗഖ്യത്തെയും പ്രത്യേകമായിട്ട് അമ്മയുടെ തിരുനടയിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുന്നു. ഉടമ്പടി നമുക്കെപ്പോഴും എന്ത് കിട്ടി എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് നാം ജീവിക്കേണ്ടവരല്ല. ഉടമ്പടി എടുക്കുവാൻ നമ്മൾ ഒരുപക്ഷെ പ്രചോദിപ്പിക്കുന്നത് ഭൗതികമായ ഏതെങ്കിലുമൊക്കെ നിയോഗങ്ങളാണെങ്കിലും നമുക്ക് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ക്രിസ്തു ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പഴയ ജീവിതത്തിൽ നിന്നും ഒരു പുതിയ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ് ഉടമ്പടിയിൽ വിലയിരുത്തപ്പെടേണ്ടത്. ഭൗതികമായ ഏതെങ്കിലും ഒന്നോ രണ്ടോ നേട്ടം കിട്ടി എന്ന് പറയുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ക്രിസ്തുവിൻ്റെ കൂടെയുണ്ട്, ക്രിസ്തുവിൻ്റെ മകനായി മകളായി എന്ന് ജീവിക്കുവാൻ പറ്റുന്നു. എൻ്റെ പഴയകാല ജീവിതത്തിൻ്റെ ക്ലേശത്തിൽ നിന്ന്, അലസതയിൽ നിന്ന്, പാപാവസ്ഥയിൽ നിന്ന് ഇപ്പോൾ പുണ്യപ്പെട്ട ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവരെ പരിഗണിക്കുന്ന ജീവിതം നയിക്കുവാൻ, മറ്റുള്ളവർ കരുണകൊണ്ട് നന്മ ചെയ്യുന്ന ജീവിതം നയിക്കുവാൻ എനിക്ക് ഉടമ്പടിയിലൂടെ സാധിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു മനപരിവർത്തനത്തിൻ്റെ, ആ ഒരു കാരുണ്യ പ്രവൃത്തികളുടെ വർധനവിൻ്റെ, ആ ഒരു ദൈവത്തെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനായി കണ്ടുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുന്ന ശ്രേഷ്ഠതയുടെ നന്മകളാണ് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്ക് സ്വന്തമാവേണ്ടത്. അതുമാത്രമാണ് നമുക്ക് നിലനിൽക്കുന്നതും. അതുകൊണ്ട് നിലനിൽക്കുന്ന കൃപകൾക്ക് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടി എന്നും ഉടമ്പടിയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ഭൗതിക നന്മകൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും ആത്മീയ സമാശ്വാസങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.